ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോ പൊറോട്ട ഉണ്ടാക്കാൻ പഠിക്കുന്നവർക്കും ഹോട്ടലിൽ നിന്ന് ലഭിക്കുന്ന നല്ല ലെയറുകളോട് കൂടിയുള്ള പൊറോട്ട ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് നടക്കാത്തവർക്കും കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. വീഡിയോയിൽ കാണുന്ന ഓരോ സ്റ്റെപ്പും അതുപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഉണ്ടാക്കാം നല്ല അടിപൊളി ഹോട്ടലിൽ നിന്ന് ലഭിക്കുന്ന പൊറോട്ട. ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് ഷാജഹാൻ കരീം. ടേസ്റ്റ് ഓഫ് ബെസ്റ്റ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കിടക്കാം. പൊറോട്ട ഉണ്ടാക്കാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 550 ഗ്രാം മൈദയാണ്. അതായത് 4 കപ്പ് മൈദ. 4 കപ്പ് മൈദ കൊണ്ട് മീഡിയം ടൈപ്പിലുള്ള 8 പൊറോട്ട ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ ഞാനിവിടെ വലിയ സൈസിലുള്ള 6 പൊറോട്ടയാണ് ഇന്ന് നിങ്ങൾക്കായി ഉണ്ടാക്കി കാണിച്ചിരുന്നത്. മൈദയുടെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ, ഒലിവ് ഓയിൽ, നല്ലെണ്ണ പോലുള്ള മണമുള്ള ഓയിലുകൾ ചേർക്കരുത്. ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പെട്ടെന്ന് മൈദയിൽ മിക്സ് ആവുന്ന വേണ്ടിയാണ് പഞ്ചസാര ഇതുപോലെ പൊടിച്ചു ചേർക്കുന്നത്. അടുത്തതായി ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. മുട്ട ചേർക്കുമ്പോൾ നമ്മൾ എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട ചേർക്കാൻ ശ്രദ്ധിക്കണം. ഫ്രിഡ്ജിൽ നിന്നും നേരിട്ടെടുത്ത് ഉപയോഗിക്കരുത്. ഇനി നമുക്ക് ചെറു ചൂടോട് കൂടിയിട്ടുള്ള 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പൊറോട്ടയ്ക്ക് ഒരു കളറും നല്ല സോഫ്റ്റ്നെസ്സും കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ പാല് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് അവസാനമായി ചെറു ചൂടോട് കൂടിയിട്ടുള്ള 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ചെറു ചൂടോട് കൂടിയിട്ടുള്ള വെള്ളത്തിൽ മാവ് കുഴയ്ക്കുമ്പോൾ പൊറോട്ടയുടെ മാവ് പെട്ടെന്ന് സെറ്റായി കിട്ടുന്നതാണ്. ഇനി ഇവയെല്ലാം കൂടി നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. മാവ് ആദ്യമായി കുഴയ്ക്കുന്ന സമയത്ത് കയ്യിലെല്ലാം നല്ലവണ്ണം പറ്റിപ്പിടിക്കും. തുടർന്ന് കുഴച്ചുകൊണ്ടേ ഇരിക്കുക. മാവ് ടൈറ്റായി വരുന്നതിനനുസരിച്ച് ആ പശവശപ്പ് കുറഞ്ഞു വരുന്നതാണ്. മാവ് ഇതുപോലെ ഒരുവിധം നന്നായി ടൈറ്റായി കഴിഞ്ഞാൽ കൈകൾ നന്നായി കഴുകിയ ശേഷം കയ്യിൽ ഓയിൽ പുരട്ടുക. അതിനുശേഷം ഈ മാവ് ഇതുപോലെ അടിയിലുള്ള മാവ് മുകളിലേക്ക് വെച്ച് കൈ കൊണ്ട് ഇതുപോലെ പ്രസ് ചെയ്ത് നന്നായി ഒന്ന് കുഴച്ചു കൊടുക്കുക. കുഴയ്ക്കുന്ന പാത്രത്തിൽ വെച്ച് തന്നെ ഒരുവിധം നന്നായി കുഴച്ചു കഴിഞ്ഞാൽ ടേബിൾ ടോപ്പിലിട്ട് കുഴയ്ക്കുന്ന സമയത്ത് ടേബിളിലൊന്നും ഒട്ടിപ്പിടിക്കുകയില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ കുഴച്ചെടുക്കുന്നത്. പൊറോട്ടയുടെ മാവ് ഈ ഒരു പരുവമാവുമ്പോൾ ഇനി നമുക്ക് ടേബിൾ ടോപ്പിലിട്ട് കുഴച്ചെടുക്കാം. ഇനി നമ്മൾ കുഴക്കേണ്ട വിധം മാവിന്റെ ഒരു വശത്ത് ഒരു കൈ കൊണ്ട് ഇതുപോലെ നന്നായി പ്രസ് ചെയ്ത് പിടിച്ച ശേഷം അടുത്ത കൈ കൊണ്ട് നന്നായി സ്ട്രെച്ച് ചെയ്ത് കുഴയ്ക്കുക. ഇതുപോലെ ഒരു 15 മിനിറ്റ് കുഴയ്ക്കുകയാണെങ്കിൽ പൊറോട്ട നല്ല സോഫ്റ്റായി ലഭിക്കുന്നതാണ്. ചുരുങ്ങിയത് ഒരു 10 മിനിറ്റെങ്കിലും കുഴച്ചെടുക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ എത്രത്തോളം പ്രഷർ കൊടുത്ത് ഈ മാവ് കുഴയ്ക്കുന്നുവോ അത്രത്തോളം മൈദയിലുള്ള വെജിറ്റബിൾ പ്രോട്ടീനായ ഗ്ലൂട്ടൻ പ്രൊഡ്യൂസ് ആവും. അങ്ങനെ മൈദയിലുള്ള ഗ്ലൂട്ടൻ പ്രൊഡ്യൂസ് ആയാൽ മാത്രമേ ഈ മാവിന് എലാസ്റ്റികത കിട്ടുകയുള്ളൂ. അങ്ങനെ കിട്ടുന്ന എലാസ്റ്റികതയാണ് നമ്മൾ ഉണ്ടാക്കുന്ന പൊറോട്ടയ്ക്ക് ലെയർ കിട്ടാനും സോഫ്റ്റ് ആവാനും എല്ലാം സഹായിക്കുന്നത്. ഞാനിവിടെ ഈ മാവ് 15 മിനിറ്റ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് റെസ്റ്റ് ചെയ്യാനായി വെക്കേണ്ടതുണ്ട്. അതിനായി ഈ കുഴച്ച മാവ് ഒരു റൗണ്ട് ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുക. ഈ മാവിനെ നമുക്കിനി ഒരു ബൗളിലേക്ക് മാറ്റാം. ബൗളിന്റെ അടിവശത്ത് നല്ലവണ്ണം ഇതുപോലെ എണ്ണ നന്നായി തേച്ച് കൊടുക്കുക. അതുപോലെ ഈ പൊറോട്ടയുടെ മാവിലും നല്ലവണ്ണം എല്ലാ സ്ഥലത്തും എണ്ണ തേച്ച് കൊടുക്കുക. അടുത്തതായി ഈ ബൗൾ വെള്ളം നനച്ച് പിഴിഞ്ഞ ഒരു തുണി കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലുള്ള പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ടോ നന്നായി കവർ ചെയ്ത് വെക്കുക. ഒരു കാരണവശാലും കാറ്റ് ഉള്ളിലേക്ക് കടക്കരുത്. ഇനി നമുക്ക് ഈ പൊറോട്ടയുടെ മാവ് 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി വെക്കണം. ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായി വെക്കുക. എന്നാൽ മാത്രമേ പൊറോട്ട ശരിക്കും വീശിയടിക്കാൻ സാധിക്കുകയുള്ളൂ. 1.5 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കിനി ഈ മാവ് ചെറിയ ബോളുകളാക്കി മാറ്റിയെടുക്കണം. അതിനായി ചെറുതായി ഒന്ന് കുഴച്ച് ഈ ഒരു ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുക. ഇതുപോലെ നീളത്തിൽ ഉരുട്ടിയെടുത്ത ഈ മാവിനെ 2 പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. 2 രീതിയിൽ പൊറോട്ടയ്ക്ക് ബോൾ പിടിക്കാം. 2 രീതിയും ഞാനിവിടെ കാണിച്ചു തരുന്നുണ്ട്. അതിലെ ആദ്യത്തെ രീതി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ 6 പൊറോട്ടയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. വേണമെങ്കിൽ മീഡിയം സൈസിലുള്ള 8 പൊറോട്ടയും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. മാവിനെ ഞാനിവിടെ 3 പീസുകളായി മുറിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും ഒരു പീസ് എടുത്ത് കയ്യിൽ വെച്ച ശേഷം മാവിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യുക. ഈ ഫോൾഡ് ചെയ്ത ഭാഗം കൈവെള്ളയിലേക്ക് തിരിച്ചു വെച്ച് ഇതുപോലെ റൗണ്ടിൽ കറക്കി ടൈറ്റാക്കി എടുക്കുക. ഇങ്ങനെ കറക്കി ടൈറ്റാക്കി എടുത്ത ഈ ബോൾ ഞാനൊരു ഗ്ലാസിന്റെ ഇതുപോലൊരു ട്രേയിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ആദ്യമായി ഈ ട്രേയുടെ അടിവശത്തും സൈഡിലുമെല്ലാം ഇതുപോലെ എണ്ണ നന്നായി ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പിടിക്കുന്ന ഓരോ ബോളുകളും ഈ ട്രേയിൽ അറേഞ്ച് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് പൊറോട്ടയ്ക്ക് ബോൾ പിടിക്കുന്ന രണ്ടാമത്തെ രീതി നോക്കാം. ചൂണ്ടുവിരലിന്റെയും തമ്പുവിരലിന്റെയും ഇടയിലേക്ക് മാവ് വെച്ച ശേഷം അടിയിൽ നിന്നും മാവ് ടൈറ്റാക്കി മുകളിലേക്ക് കയറ്റി വിരലുകൾ തമ്മിൽ ഇറുക്കി മുറിച്ചെടുക്കുക.
ബാക്കിയുള്ള മാവും ബോളുകളാക്കി ടോട്ടൽ 6 ബോളുകളാക്കി ഞാൻ ട്രേയിൽ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പിടിച്ചു വെച്ച ഈ ബോളുകളിലെല്ലാം നമുക്ക് കുറേശ്ശെ എണ്ണ തടവി കൊടുക്കാം. 2 കൈകളിലും ഇതുപോലെ ഓയിൽ ആക്കിയ ശേഷം ഓരോ ബോളുകളായി എടുത്ത് എണ്ണ തടവി കൊടുക്കുക. ഇതുപോലെ എല്ലാ ബോളുകളും ഞാനിവിടെ എണ്ണ തടവി വെക്കുന്നുണ്ട്. ശേഷം ഒരു നനഞ്ഞ തുണി കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ടോ നന്നായി കവർ ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഈ ബോളുകൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി വെക്കാം. ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും ഈ ബോളുകൾ റെസ്റ്റ് ചെയ്യാനായി വെക്കണം. എന്നാൽ മാത്രമേ നല്ലവണ്ണം വീശി അടിക്കാൻ പറ്റുകയുള്ളൂ. അരമണിക്കൂർ ആയിട്ടുണ്ട്. ബോളുകളെല്ലാം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഓരോ ബോളുകളായി എടുത്ത് അടിച്ച് റോൾ ചെയ്ത് വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ബോൾ എടുത്ത് വിരലുകൾ കൊണ്ട് ചെറുതായി ഒന്ന് പരത്തി കൊടുക്കുക. പ്രത്യേകം ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, ഞാനിവിടെ ചെയ്യുന്നത് ഹോട്ടലിൽ ചെയ്യുന്നത് പോലെ വളരെ സ്പീഡിലല്ല ഉണ്ടാക്കി കാണിച്ചിരുന്നത്. കാരണം പൊറോട്ട ആദ്യമായി ഉണ്ടാക്കാൻ പഠിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. ഹോട്ടലിൽ കാണിക്കുന്ന പോലെ വളരെ സ്പീഡിലെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് പുതുതായി ഉണ്ടാക്കുന്ന ഒരാൾക്ക് വളരെ എളുപ്പമായ രീതിയിൽ എങ്ങനെ പൊറോട്ട ഉണ്ടാക്കാം എന്നാണ് ഞാനിവിടെ കാണിച്ചിരുന്നത്. നമ്മൾ പരത്താൻ ഉപയോഗിക്കുന്ന റോളറിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുക. ശേഷം ഈ മാവിനെ മുകളിലോട്ടും താഴോട്ടും നന്നായി പരത്തിയെടുക്കുക. എത്രത്തോളം താഴോട്ടും മുകളിലോട്ടും പരത്തിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം പരത്തിയെടുക്കുക. അതിനുശേഷം ഈ മാവ് ഇതുപോലെ തിരിച്ചു വെച്ച് എല്ലാ ഭാഗത്തോട്ടും എത്രത്തോളം പരത്തിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം പരത്തിയെടുക്കുക. ഇങ്ങനെ ചെയ്യുന്നതിന് മുമ്പായി ടേബിളിൽ കുറച്ച് എണ്ണ തേച്ചു കൊടുക്കാൻ മറക്കരുത്. എന്നാൽ മാത്രമേ കനം കുറച്ച് പരത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇതുപോലെ എല്ലാ വശങ്ങളും നന്നായി പരത്തിയെടുത്തതിന് ശേഷം ഇനി എങ്ങനെയാണ് പൊറോട്ട വീശുന്നതെന്ന് നോക്കാം. 2 രീതിയിലാണ് പൊറോട്ട വീശുന്നത് ഞാനിവിടെ കാണിച്ചു തരുന്നത്. അതിൽ ആദ്യത്തെ രീതി കോമണായി ഹോട്ടലിൽ ഉണ്ടാക്കുന്ന സ്റ്റൈലിലാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇടതുകൈ മുന്നിലും വലതുകൈ പുറകിലുമായി ഇതുപോലെ പിടിച്ച ശേഷം ചെറുതായി ഒന്ന് പൊക്കി ടേബിളിലേക്ക് അടിക്കുക. ഒരു തവണ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഇടതുകൈ കുറച്ചുകൂടി മുന്നിലോട്ട് പിടിച്ച് നേരത്തെ ഇടത് കൈ പിടിച്ച സ്ഥലത്ത് വലത് കൈ പിടിക്കുക. വീണ്ടും ആദ്യത്തെ പോലെ പൊക്കി ടേബിളിലേക്ക് അടിക്കുക. അങ്ങനെ മാവിൻ്റെ ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുക. മാവിൻ്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് അടിയുടെ ശക്തിയും വർദ്ധിപ്പിക്കുക. 1-2 തവണ പ്രാക്ടീസ് ചെയ്താൽ എല്ലാവർക്കും വളരെ സിമ്പിളായി പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. പൊറോട്ട മാവിന്റെ മുകളിലൂടെ നോക്കിയാൽ ടേബിൾ ടോപ്പിന്റെ മുകൾ വശം തെളിഞ്ഞു കാണുന്ന ഈ ഒരു പരുവമാവുമ്പോൾ നമുക്ക് ഈ പൊറോട്ടയുടെ മാവ് റോൾ ചെയ്തെടുക്കാം. ഈ പൊറോട്ട മാവിന്റെ മുകളിലേക്ക് ഞാനൊരു 3 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുകൂടാതെ 1/2 ടീസ്പൂൺ മൈദയും ഇതുപോലെ ഒന്ന് വിതറിക്കൊടുക്കുക. ശേഷം കൈകൊണ്ട് ഇതുപോലെ നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കുക. പൊറോട്ട റോൾ ചെയ്യുന്ന സമയത്ത് ലെയറുകൾ തമ്മിൽ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ മാവിനെ ഒരു ചെറിയ കത്തി കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു പ്ലാസ്റ്റിക്കിന്റെ ഡോ സ്ക്രാപ്പർ കൊണ്ടോ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. ഇനി ഈ മാവിനെ ഇതുപോലെ വലതുവശത്ത് നിന്നും മുകളിലേക്ക് പൊക്കി ചെറുതായി പുറകിലേക്കൊന്ന് വലിക്കുക. ചെറുതായി ഇങ്ങനെ പുറകിലേക്ക് വലിക്കുമ്പോൾ മാവ് ഒന്നുകൂടി കനം കുറഞ്ഞ് കിട്ടുന്നതാണ്. മാവ് ഇതുപോലെ നീളത്തിലായി കഴിഞ്ഞാൽ ഇടതുവശത്തു നിന്നും ഉള്ളിലോട്ട് റോൾ ചെയ്ത് വെക്കാം. ഇങ്ങനെ റോൾ ചെയ്ത ശേഷം അവസാനം വരുന്ന ഭാഗം ഈ റോളിന്റെ അടിയിലേക്ക് കൊണ്ടുപോയ ശേഷം മുകളിലേക്ക് കയറ്റി വയ്ക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പൊറോട്ടയുടെ മാവ് ഇതുപോലെ റോൾ ചെയ്ത് വെക്കുന്ന സമയത്ത് ടൈറ്റാക്കി റോൾ ചെയ്യരുത്, ലൂസാക്കി വേണം റോൾ ചെയ്ത് വെക്കാൻ. എന്നാൽ മാത്രമേ എളുപ്പത്തിൽ പരത്താൻ പറ്റുകയുള്ളൂ. ഇതുപോലെ റോൾ ചെയ്തെടുക്കുന്ന ഓരോ റോളുകളും ഒരു ട്രേയിലേക്ക് വെച്ച ശേഷം വെള്ളം നനച്ചു പിഴിഞ്ഞ ഇതുപോലെ ഒരു തുണി കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ റാപ്പ് കൊണ്ടോ നല്ലതുപോലെ കവർ ചെയ്ത് വെക്കുക. ഇനി പൊറോട്ട ഉണ്ടാക്കാനുള്ള മറ്റൊരു രീതി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ടേബിളിന്റെ മേലെ ചെറുതായി ഇതുപോലെ എണ്ണ തേച്ചു കൊടുക്കുക. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ റോളർ കൊണ്ട് പരമാവധി നന്നായി പരത്തിയെടുക്കുക. ഇങ്ങനെ നന്നായി പരത്തിയെടുത്ത ശേഷം ഇതിൻ്റെ മുകളിലായി 3 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കൈകൊണ്ട് ഈ ഓയിൽ നല്ലതുപോലെ ഇതുപോലെ നന്നായി പരത്തി കൊടുക്കുക. ഇനി ഈ ഓയിൽ ഒഴിച്ച ഭാഗം അടിയിലാകത്തക്ക വിധം മറിച്ചിട്ട് കൊടുക്കുക. ഇനി വിരലുകൾ കൊണ്ട് പതിയെ എല്ലാ വശത്തേക്കും ഈ മാവ് ഒരുപോലെ പരത്തി കൊടുക്കുക. എത്രത്തോളം കനം കുറച്ച് പരത്തി കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം വലുതാക്കി പരത്തുക. സൈഡ് വശങ്ങളെല്ലാം വിരലുകൾ കൊണ്ട് ഇതുപോലെ അമർത്തി കനം കുറച്ച് നന്നായി പരത്തിയെടുക്കുക. നമ്മൾ പൊറോട്ട വീശി പരത്തും പോലെയല്ല, ഇങ്ങനെ ചെയ്യുമ്പോൾ ചെറുതായി പൊട്ടുവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അത് കാര്യമാക്കേണ്ടതില്ല. ഇങ്ങനെ പരത്തിയെടുത്ത മാവിലേക്ക് വീണ്ടും ഒരു 3 ടീസ്പൂൺ ഓയിൽ കൂടി ഒഴിക്കുക. 1/2 ടീസ്പൂൺ മൈദമാവ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓയിലും മൈദയും എല്ലാം ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച ശേഷം
ഇതുപോലെ കട്ട് ചെയ്ത ശേഷം റോൾ ചെയ്ത് വെക്കുക. ബാക്കിയുള്ള ബോളുകളും വീശി റോൾ ചെയ്ത് ട്രേയിൽ ഞാൻ ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഒരു നനഞ്ഞ തുണി കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് നല്ലതുപോലെ കവർ ചെയ്തോ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റോളുകളെല്ലാം പരത്തി പൊറോട്ട ചുട്ടെടുക്കാവുന്നതാണ്. നമ്മൾ ആദ്യം റോൾ ചെയ്ത് വെച്ച പൊറോട്ടയുടെ റോള് ആദ്യം പൊറോട്ട ഉണ്ടാക്കാനായി എടുക്കുക. ആദ്യം ടേബിളിന്റെ മുകളിൽ ശകലം എണ്ണ തേച്ച് കൊടുക്കുക. കൈവെള്ളം കൊണ്ട് പൊറോട്ടയുടെ റോൾ ഇതുപോലെ ശകലം ഒന്ന് പരത്തി കൊടുക്കുക. ശേഷം റോളർ കൊണ്ട് ഇതുപോലെ തിന്നായി പരത്തിയെടുക്കുക. കൈവെള്ളം കൊണ്ട് തന്നെ ഈ പൊറോട്ട മൊത്തത്തിൽ പരത്തിയെടുക്കാവുന്നതാണ്. പക്ഷേ പഠിച്ചു വരുന്ന ആളുകൾക്ക് എല്ലാ ഭാഗവും ഒരുപോലെ പരത്തിയെടുക്കാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ഞാൻ റോളർ കൊണ്ട് പരത്തുന്നത് കാണിച്ചിരുന്നത്. പൊറോട്ടയുടെ മാവ് ഇതുപോലെ നല്ല തിന്നാക്കി പരത്തിയ ശേഷം ഇനി നമുക്ക് ചുട്ടെടുക്കാം. പൊറോട്ട ചുട്ടെടുക്കുന്നതിനായി ഞാൻ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിന്റെ പാനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അയണിന്റെ പാൻ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഒരു മീഡിയം ഹീറ്റിലാണ് ഫ്ലെയിം സെറ്റ് ചെയ്യേണ്ടത്. പൊറോട്ട ചുടുമ്പോൾ ചൂട് കൂടാനോ ചൂട് കുറയാനോ പാടില്ല. ചൂട് കൂടിക്കഴിഞ്ഞാൽ പൊറോട്ടയുടെ ഉൾവശം വേവാതെ പുറം ഭാഗം മാത്രം പെട്ടെന്ന് കരിഞ്ഞു പോകും. ചൂട് കുറഞ്ഞു കഴിഞ്ഞാൽ പൊറോട്ട ഡ്രൈ ആയി പോവുകയും ചെയ്യും. അതുകൊണ്ട് എപ്പോഴും ഒരു മീഡിയം ഹീറ്റിൽ തന്നെ പൊറോട്ട ചുട്ടെടുക്കാൻ ശ്രമിക്കുക. ആദ്യമായി ഈ പാനിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടായ പാനിലേക്ക് ഇനി നമുക്ക് പൊറോട്ട ഇട്ട് കൊടുക്കാം. പൊറോട്ട ഇട്ട ശേഷം പെട്ടെന്ന് തന്നെ മറിച്ചിടരുത്. അടിഭാഗം നന്നായി കുക്കാവുന്നവരെയും വെയിറ്റ് ചെയ്യുക. എന്നാൽ കരിഞ്ഞു പോവാനും പാടില്ല. 1-2 സ്പൂൺ ഓയിൽ പൊറോട്ടയുടെ മുകളിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്, നിർബന്ധമില്ല. ഇതുപോലെ നല്ല ഗോൾഡൻ കളർ ആവുന്നവരെയും വെയിറ്റ് ചെയ്യുക. അങ്ങനെ തിരിച്ചും മറിച്ചും ഫ്ലിപ്പ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കുക. ഞാനിവിടെ ഉണ്ടാക്കിയ പൊറോട്ട നന്നായി കുക്കായിട്ടുണ്ട്. ഈ ഒരു കളർ ആവുന്നവരെയും കുക്ക് ചെയ്യുക. ഇതുപോലെ ബാക്കിയുള്ള പൊറോട്ടയും ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. 2-3 പൊറോട്ട ചുട്ടെടുത്ത ശേഷം ഇവയെല്ലാം ഒരുമിച്ച് വെച്ച് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഞാനിവിടെ 2 പൊറോട്ട ഒരുമിച്ച് വെച്ച് അടിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ 2 കൈകൊണ്ടുമാണ് അടിച്ചെടുക്കേണ്ടത്. നിങ്ങൾക്ക് കാണാം, ഞാനിന്നിവിടെ ഉണ്ടാക്കിയ പൊറോട്ടയെല്ലാം നല്ല ലെയറോട് കൂടി കിട്ടിയിട്ടുണ്ട്. മുകളിലുള്ള പൊറോട്ട വീശിയടിച്ച പൊറോട്ടയും അടിയിലുള്ള പൊറോട്ട കൈകൊണ്ട് പരത്തിയെടുത്തതുമാണ്. രണ്ടിന്റെയും ഡിഫറൻസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. 2 പൊറോട്ടയുടെയും ലെയറുകൾ തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിലും രണ്ടും നല്ല പൊറോട്ടകളാണ്. ബാക്കിയുള്ള എല്ലാ പൊറോട്ടകളും ഞാൻ ഇതുപോലെ അടിച്ചെടുക്കുന്നുണ്ട്. പൊറോട്ട അടിക്കുന്ന സമയത്ത് കൈ ചൂടാവുന്നുണ്ടെങ്കിൽ കൈകൾ രണ്ടും ടേബിൾ ടോപ്പിന്റെ മുകളിൽ കുറച്ചു നേരം പ്രസ് ചെയ്ത് പിടിക്കുക. ഞാനിന്നിവിടെ ഉണ്ടാക്കിയ പൊറോട്ട എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് ബെല്ലൈക്കനിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. വീണ്ടും നല്ലൊരു വിഭവമായി അടുത്ത വീഡിയോയിൽ കാണാം. ഈറ്റ് ഹെൽത്തി, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്.